നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിന് വേണ്ടി അർജന്റീന ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എതിരാളികൾ കാനഡയാണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ ഒരു മത്സരം നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുക. നിലവിലെ ജേതാക്കൾ അർജന്റീനയാണ്. അതുപോലെ തന്നെ വേൾഡ് കപ്പ് ജേതാക്കളും അർജന്റീന തന്നെയാണ്. മികച്ച ഒരു വിജയത്തോടു കൂടി ഇത്തവണത്തെ കോപ്പ അമേരിക്കക്ക് തുടക്കം കുറിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ അർജന്റീന ടീമും അവരുടെ ആരാധകരുമുള്ളത്. 1978 അർജന്റീനയോടൊപ്പം ലോക കിരീടം നേടിയ അവരുടെ ഇതിഹാസമാണ് മരിയോ കെമ്പസ്. അർജന്റീനയുടെ ഇത്തവണത്തെ സാധ്യതകളെ കുറിച്ച് അദ്ദേഹം ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരെക്കാളും മുകളിൽ അർജന്റീനയാണ് ഉള്ളത് എന്നാണ് കെമ്പസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ പരാജയപ്പെടുത്താൻ എല്ലാ ടീമുകളും ആഗ്രഹിക്കുന്നുവെന്നും കെമ്പസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ TVC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: വളരെ എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ഒരു ചാമ്പ്യൻഷിപ്പും ഇവിടെയില്ല. എല്ലാം ബുദ്ധിമുട്ടുള്ള കോമ്പറ്റീഷനുകളാണ്. കോപ്പ അമേരിക്കയിൽ കളിക്കുന്ന എല്ലാ ടീമുകൾക്കും അർജന്റീനയെ പരാജയപ്പെടുത്തണം, കാരണം ഞങ്ങളാണല്ലോ ലോക ചാമ്പ്യന്മാർ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരെക്കാളും മുകളിൽ അർജന്റീന തന്നെയാണ് ഉള്ളത് എന്നാണ്. 2-3 സ്റ്റെപ്പ് മുന്നിലാണ് അർജന്റീന. നിലവിൽ അർജന്റീന ദേശീയ ടീമിന് പ്രശ്നങ്ങൾ ഒന്നുമില്ല, പക്ഷെ മത്സരങ്ങൾ അപ്രയോജനീയമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇതാണ് അർജന്റീൻ ഇതിഹാസം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ടൂർണമെന്റിലെ ഏറ്റവും വലിയ കിരീട ഫേവറേറ്റുകൾ അർജന്റീന തന്നെയാണ്. പക്ഷെ ബ്രസീലും കൊളംബിയയും ഉറുഗ്വേയും എല്ലാം ശക്തർ തന്നെയാണ്. എന്നാൽ ഫൈനൽ വരെ അർജന്റീനക്ക് കാര്യമായ വെല്ലുവിളികൾ ഒന്നും നേരിടേണ്ടി വരില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഫൈനലിൽ അർജന്റീന ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ആരാധകർ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.